അടിപൊളി അടിപൊളി ഗിഫ്റ്റ് ആണ്. എന്തെങ്കിലും കാണുന്നുണ്ടോ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നോക്കും. ഞാൻ ഹലോ ഗൈസ്, എല്ലാവർക്കും ഓണം ആശംസകൾ. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഇടാൻ പോവാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ, സർപ്രൈസ് വീഡിയോ ആണ്. സർപ്രൈസ് അതന്നെ. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് നമ്മളെ രണ്ടാൾക്കാർക്ക്. ആരാന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുത്താമ്പുള്ളി AR ഹാൻഡ്ലൂംസ് ഇല്ലേ, നമ്മളവിടെ രാജുവേട്ടൻ്റെയും അരവിന്ദേട്ടൻ്റെയും ഒരു പോർട്രേറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്തോ. എന്തായാലും ഒരു ഐഡിയ ഇല്ല, ആളവിടെ ഉണ്ടോ ഇല്ല നമുക്കൊരു ഐഡിയ ഇല്ല. രണ്ടുപേരും ഉണ്ടോ അറിയില്ല. നമ്മളെന്തായാലും പോവാണ്. വിളിച്ചു ചോദിച്ചപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടിയില്ല ഇൻഫർമേഷൻ. അപ്പൊ നമ്മളെന്തായാലും ഇറങ്ങാണ് ഒറ്റ മൈൻഡിൽ ഇറങ്ങാണ്. അപ്പൊ എന്തായാലും നമുക്കിത് പോയിട്ട് കൊണ്ടുകൊടുക്കാൻ നോക്കാം. ഇപ്പൊ എന്തായാലും സമയം ഏകദേശം ഒരു 11-12 മണി. സമയം 12 ആവാറായി. അപ്പൊ നമുക്ക് ഉച്ചയ്ക്കാണ് ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മള് കുത്താമ്പുള്ളി എത്തിയിട്ടുണ്ട്. അപ്പൊ കുത്താമ്പുള്ളി എത്തുമ്പോ തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകളുടെ ഫ്ലെക്സ് ഒക്കെ കാണാം. ഇതിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് നല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഒരു റൂട്ടാണ്. നമുക്ക് പാലക്കാടിന്റെ ഒരു തനിമയൊക്കെ ആസ്വദിച്ച് ഇതിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോവാം. വൈബാണ്. നമ്മള് കുത്താമ്പുള്ളിക്ക് എൻ്റർ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തുണിക്കടകൾ കാണാൻ പറ്റും. ഇതൊരു ഫുള്ള് തുണികളുടെ ഒരു ഏരിയ ഇതാ. നമ്മുടെ രാജുവേട്ടൻ അറിയാൻ അറിയാൻ പറ്റുന്നതാണ്ടോ, മൊത്തം തുണിക്കടകളൊക്കെയാണ്. ഇഷ്ടംപോലെ തുണിക്കടകളാണ്. നമുക്ക് ഈ വരുന്ന വഴിക്ക് മൊത്തം തുണിക്കടകൾ കാണാതാ. അപ്പൊ നമ്മള് ഷോപ്പ് എത്താറായിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനൊക്കെ നമ്മൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതാ ഒരു സെക്യൂരിറ്റി ചേട്ടൻ. അപ്പൊ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഒക്കെ ഏതാണ്ട് ഫുള്ളാണ്. കണ്ടാ അറിയാം, ഇന്നും ഭയങ്കര ഓണത്തിന്റെ തിരക്ക് കാരണം ഫുള്ളാണ്. കറക്റ്റ് കേട്ടോ, നമ്മളിവിടെ എത്തിയപ്പോ തന്നെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. സാധനം കേറാൻ പോവാണ്. ആളെ അത് ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നമുക്ക് കേറി നോക്കാം. അത് ചോദിച്ചു നോക്കായിരുന്നില്ല നമുക്ക് അവിടെ, നോക്കി നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ AR ഹാൻഡ്ലൂംസിന്റെ ഫ്രണ്ടേജ്. കണ്ടില്ലേ, ലോഗോ കണ്ടില്ലേ? അപ്പൊ നമ്മൾ എന്തായാലും കേറിയിട്ട് ആൾക്ക് ഇത് കൊടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. നമ്മള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് രാജുവേട്ടൻ അവിടെ കാണാം. നമ്മളിവിടെ വന്നപ്പോഴേ വേറെ ആർട്ടിസ്റ്റിനെയും കൂടി കണ്ടുട്ടാണ്. ചേട്ടന്റെ വീട്. അപ്പൊ അതാ നമ്മുടെ കൂടെ വന്ന ആളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് കയറാൻ പോണത് നമ്മുടെ ആളാണ്. നമസ്കാരം. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒറ്റപ്പാലത്തിന് ഒരു സുഹൃത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അർജുൻ എന്നാണ് പേര് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താ നമുക്ക് നോക്കി നോക്കാം. അടിപൊളി അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ വരച്ചല്ലേ. അത് ശരി. പിന്നെ അകത്ത് ഇങ്ങനെ ഒരു കലാകാരൻ ആർട്ടിസ്റ്റാണ്. നമ്മുടെ ചന്ദനക്കുറി അടക്കം, ആ ചെറിയ ചന്ദനക്കുറി ഇതാ ഇത് വെച്ചിരിക്കാൻ അടക്കം. ഞാൻ തുടർന്ന പോലെ ചന്ദനവും ഹെയർ സ്റ്റൈല് എല്ലാം കൊണ്ട് ഇപ്പൊ കഥകളിലൊക്കെ മാറിയില്ലല്ലോ. എന്താ സ്റ്റുഡിയോയുടെ പേരെന്താ? അർജുൻ എന്നുള്ള ആർട്ടിസ്റ്റ് ഒറ്റപ്പാലത്തിന്റെ. ഒറ്റപ്പാലം കാണുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അടിപൊളിയായിട്ട് വരച്ചത്. അർജുൻ നമ്മൾ ആ ഒരു അക്കൗണ്ട് നമ്മൾ താഴെ മെൻഷൻ ചെയ്തിട്ട് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എന്ന് വരച്ചു കൊടുക്കാൻ പറ്റും ആരെങ്കിലും ചോദിച്ചാൽ? ബിസിനസ് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കുറഞ്ഞ വില വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോ, വിവാഹത്തിന്റെ ആണെങ്കിലും ഫാമിലി ഫോട്ടോ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും അല്ലെ, ഗിഫ്റ്റ് ആയിട്ടുള്ളതാണ് എന്താണെങ്കിലും നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ്ലി ആ ബാഗിൽ ലോഗോ ഒക്കെ കണ്ടില്ല. നമ്മളിപ്പോ നിൽക്കുന്ന പോലത്തെ ഫീലിംഗ് എനിക്ക് തോന്നുന്നത്. ബാഗിൽ നിൽക്കുന്ന അതേ ഒരു മോഡൽ ഒരുമിച്ചാണ് വരയ്ക്കുന്നത് അല്ലെ. വളരെ സന്തോഷം ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഫോട്ടോ നമുക്ക് ഇവിടെ വെക്കണം. ഈ ഗിഫ്റ്റിന്റെ ഫോട്ടോയിൽ മുന്നിൽ തന്നെ വെക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ഉയർന്നതാണ്. ഇന്നത്തെ ഇൻസ്പിറേഷൻ ആണ് സ്റ്റാർട്ട് ബിസിനസ് മാൻ. അതുകൊണ്ട് വളരെ സന്തോഷം.
എന്തായാലും തരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ സ്പെഷ്യൽ ഒരു ഓണത്തിന്റെ ഒരു ഗിഫ്റ്റും കൂടി ആയതുകൊണ്ട് സന്തോഷം. നമുക്ക് എന്തായാലും ഇങ്ങനെ ഗിഫ്റ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ സന്തോഷം. നിങ്ങൾ ഉയരങ്ങളിലെത്തും ബ്രോ എന്തായാലും കേട്ടോ. പരമാവധി ഞങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ആ നമ്പറിലും ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം. വേണമെന്നാണെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രോ പറഞ്ഞു തരാൻ തയ്യാറാണ്. അർജുൻ ബ്രോ അല്ലേ? അപ്പൊ എന്തായാലും ഒറ്റപ്പാലക്കാരുടെ ഒരു സ്നേഹം സമ്മാനം പറയും. അതിന്റെ ആളാണ് നമ്മുടെ. എന്തായാലും താങ്ക് യു ബ്രോ. ഈ ഫോട്ടോ അവിടെ അടിപൊളിയായിട്ടില്ലേ? ബാക്കി നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഇതിൽ കൂടെ ഒരു ഗിഫ്റ്റ് ഇട്ടാ നമ്മളെ നമുക്ക് ഇങ്ങോട്ട് സംഭവം ഹാപ്പി ഓണം ഓണക്കൊടിയാണ്. അല്ല നിങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും നമുക്ക് അങ്ങനല്ല. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. വളരെ സന്തോഷം കേട്ടോ. അപ്പൊ അത് അടിപൊളിയാവട്ടെ കേട്ടോ. അതാണ് ഒരു ഫോട്ടോ എടുത്തു. എത്ര തിരക്കാൻ നോക്കിയാൽ ഉള്ള ആൾക്കാരാണ്. My sanity about to break while everyone I know's out. ഇതാണ് കേട്ടോ. നീ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? എടാ ഇതാണ് സാധനം, I'm tired of feeling on ലേറ്റിൻ്റെത്. don't even care if we stay home, put our ഇത് രാജുവേട്ടന്റെ മുത്തച്ഛന്റെയോ അവരുടെ ആരുടെ ആണെന്നാണ് പറഞ്ഞത്. and make a ഇതാണ്ടോ, ഇതാണ് സിൽവർ ഫ്ലൈവർ. പിന്നെ മോഹൻലാലിന്റെ ഒപ്പമുള്ള ഫോട്ടോ ഉണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡുകളും സമ്മാനങ്ങളൊക്കെ അവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടുന്ന് നമ്മള് ടാറ്റ ബൈ ബൈ പറയാണ്. നമ്മള് എല്ലാരും കണ്ടു, നമ്മള് ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം നടന്നു. നമ്മള് ഒരിക്കലും പ്രതീക്ഷയില്ല രണ്ടുപേരും ഇവിടെ ഉണ്ടാവുന്നു. അപ്പൊ കറക്റ്റ് രണ്ടുപേരും നമുക്ക് കിട്ടി, നമ്മൾ കൊടുത്തു. നമ്മള് ഹാപ്പിയാണ്, അവര് ഹാപ്പിയാണ്. അപ്പൊ നമ്മള് ഹാപ്പി ഓണം പറഞ്ഞ് പിരിയാണ് എല്ലാവരോടും. നമ്മൾ എന്തായാലും ഹാപ്പി. നമ്മള് ചിലവർക്ക് ഒരു സംശയം തോന്നി, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ ആള്. ഈ പൊതുവെ സെലിബ്രിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാറ് വീഡിയോയിൽ കാണുന്ന പോലെ, പക്ഷെ ആള് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്. നേരിട്ടാണ് നമ്മളൊരു വ്യത്യാസമില്ല. പുള്ളിക്കാരെ എല്ലാവരോടും നന്നായി വർത്താനൊക്കെ പറഞ്ഞ എല്ലാവരും നല്ല ഡീലിയുടെ സമയം ഇല്ലാത്ത സമയത്ത് പോലും പുള്ളിക്കാരെ സമയം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്താനും സമയം കണ്ടെത്തുന്നുണ്ട്. കടയിൽ കയറി പോകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഈ അപ്പം വിൽക്കുന്ന ആൾക്കാർ, ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ, വേറൊരു കടക്കാരാണെങ്കിൽ സമ്മതിക്കില്ല. അല്ല ഉണ്ടാവും, പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ രാജുവേട്ടനും അരവിന്ദേട്ടനും നല്ലൊരു കാര്യം ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും ഒരു അവരെ ഇത്രയും വലിയ ഇഷ്ടവും ബഹുമാനവും ഇതൊക്കെ വെച്ചാ നമ്മുടെ ഒരു ഇത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നോക്കും, ഞാൻ പോകുന്നുണ്ടല്ലോ പുള്ളിക്കാരെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അവിടെ എനിക്കൊന്നും പറയാൻ കിട്ടില്ല. രണ്ടുപേരും നടുവിൽ നമ്മൾ ഫുൾ ടെൻഷൻ അല്ലേ. ടെൻഷൻ എന്നല്ല, എനിക്ക് സത്യം പറഞ്ഞ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിപ്പോയി. എനിക്കൊന്നും ഒന്നും വരുന്നില്ല, വർത്താനൊന്നും വരുന്നില്ല. പറയുന്നതിന് നോക്കും പുള്ളിക്കാരൻ. എന്നാലും പറഞ്ഞു കേട്ടോ, പറഞ്ഞു. എന്തായാലും ഭയങ്കര സന്തോഷം എനിക്ക് അവരെ കണ്ടതിലും എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. എന്നുവെച്ചാ ഇവൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഇവൻ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ കുറെ ആയിട്ട് വീഡിയോ കാണാം. അപ്പൊ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് ഒരു ഗിഫ്റ്റ് നല്ലപോലെ വരച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ എന്തായാലും അത് സാധിച്ചു. അവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് അതെ, നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ അതിൽ കുറച്ച് സാധനങ്ങള് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ അത് സാരിയും പിന്നെ ഇത് എനിക്കല്ല കേട്ടോ, ഇത് അക്ഷരമാണ് ഒരു മുണ്ട്, അടിപൊളി മുണ്ട്. എന്തായാലും അവരുടെ സ്നേഹത്തിനും ഇതിനൊക്കെ ഭയങ്കര നന്ദി. എന്നുവെച്ചാൽ നമ്മളതിനെ ഒരിക്കലും ഒരു അന്യനായിട്ട് കാണില്ല. അവരുടെ ഒരു അനിയൻ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കണം ഇതൊക്കെ. അപ്പൊ നമുക്കും അതിൻ്റെതായിട്ടുള്ള അത്രയും സന്തോഷമുണ്ട്. പിന്നീട് നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് കടകളും പിന്നെ കുത്താമ്പുള്ളിക്ക് ഇപ്പോൾ പുതിയതായിട്ട് പണി തീർത്തിട്ടുള്ള റോഡ് വഴിയൊക്കെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുത്താമ്പുള്ളിക്ക് വരിക, എയർ ഹാൻഡ്ലൂംസിലേക്കൊക്കെ പോവുക. രാജുവേട്ടൻ അരവിന്ദേട്ടൻ എല്ലാവർക്കും കാണാനൊക്കെ പറ്റും. അവരടുത്ത് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ അവർ വന്നിട്ട് നിങ്ങൾ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.